ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് സിമ്പിളായിട്ടൊരു പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു അര ഗ്ലാസ് പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്നു. അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആക്കണ്ട കേട്ടോ. നമ്മളപ്പോൾ ഇങ്ങനെയാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ, ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടില്ല. ഇനി അതിലേക്ക് ചേർക്കാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസിലെ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു 3 ചുള വെളുത്തുള്ളി, ഇവയെല്ലാം ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ ആ മിക്സിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് നോക്കിയതിന് ശേഷം പിന്നീട് ഇട്ടാൽ മതിയല്ലോ. അപ്പം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് കടലമാവാണ്, കടലമാവിൻ്റെ പൊടി. അപ്പോൾ നമ്മൾ കടലമാവ് അതിലേക്ക് ആവശ്യത്തിന് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് കുഴച്ചിട്ട് ഒരു ഷേപ്പിന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനങ്ങനെ കടലമാവ് ചേർത്തത്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമുക്കതിന് റെസ്റ്റ് ചെയ്യാനും വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇത്തിരി കളറിന് വേണ്ടിയിട്ട് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് പരിപ്പ് വടയുടെ ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ടൊന്നും വന്നിട്ടില്ല, എന്നാലും ഓക്കെ, നമുക്ക് കഴിക്കാനാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഓക്കെ ആവും. പക്ഷെ പൊളി സാധനമാണ് കേട്ടോ. നമ്മളത് ചെയ്ത് വന്നപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു 8 പരിപ്പ് വട ഷേപ്പിൽ ഞാനത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ കേട്ടോ ഞാൻ ഈ പരിപ്പ് വട. അപ്പോഴത്തേക്ക് ഞാൻ വിശേഷം വന്നപ്പോഴത്തേക്ക് എണ്ണ ചൂടായി. അപ്പോൾ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്നിച്ച് ഇട്ട് കൊടുക്കാനേ ഉള്ളായിരുന്നു. ഒറ്റ സെറ്റിൽ നമുക്കത് ചെയ്ത് മാറാനേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിലേ വയ്ക്കാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ആദ്യത്തെ ഒന്ന് മറിച്ച് നോക്കി. അപ്പം കരിഞ്ഞിട്ടുണ്ടോ എന്ന് ആദ്യം തോന്നി, പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ എല്ലാം അടിപൊളിയായി സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പുറത്തുനിന്ന് വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ ഇരിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ കറക്റ്റ് ടൈമിലാണ് വന്നത്. എന്നാൽ എനിക്കത് തന്നെ കൊടുത്തൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത്. പക്ഷെ വീഡിയോ കൊണ്ടുപോയി ചെന്നപ്പോൾ തന്നെ ആളുടെ മുഖം മാറി. വീഡിയോ കൊണ്ടാണോ വന്നതെന്ന് ചോദിച്ചു. എന്നാലും നമ്മൾ പിന്മാറരുതല്ലോ. അതുകൊണ്ട് ഞാൻ എന്നാൽ ടേസ്റ്റ് ഞങ്ങൾക്ക് സംഭവം ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫോണിൻ്റെ മുന്നിൽ അത്ര എക്സ്പ്രസ് ചെയ്തില്ല എങ്കിലും. അപ്പം ഞാൻ പിന്നെ എൻ്റെ കുട്ടീസിന് കൊടുത്തു, അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് തീർന്നു പോയി. അപ്പോൾ അവർ പറഞ്ഞു ഇത്ര ഉണ്ടാക്കിയുള്ളൂ മമ്മി, കുറച്ചുകൂടെ ഉണ്ടാക്കേണ്ടതല്ലായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്കിത് സെറ്റ് ചെയ്യാം. നമ്മളൊന്ന് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ്. പരിപ്പ് വട നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ എന്തോ ഇപ്രാവശ്യം തട്ടിക്കൂട്ടിയത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ നല്ല പൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് തയ്യാറെടുപ്പോടുകൂടിയൊന്നും അല്ല ഇത് നമ്മൾ ചെയ്തു വന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന 2-3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ സിമ്പിളായിട്ട് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് ചെയ്യാവുന്ന ഒരു ചായക്കടിയാണ്. മസ്റ്റ് ട്രൈ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ.